യേശുവേ സ്തുതിക്കുന്നു കർത്താവേ, പരിശുദ്ധനെ സ്തുതിക്കുന്നു കർത്താവേ, സ്തുതിക്കുന്നു കർത്താവേ, സ്തുതിക്കുന്നു കർത്താവേ, സ്തുതിക്കുന്നു കർത്താവേ, രാജാതി രാജാവേ സ്തുതിക്കുന്നു, 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 സ്തുതിക്കുന്നു. സ്വർഗത്തിലെ ജീവിക്കുന്ന ദൈവമേ അങ്ങയെ സ്തുതിക്കുന്നു, 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 സ്തുതിക്കുന്നു. ഹല്ലേലൂയ. ദൈവമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ, 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 അനുഗ്രഹിക്കണമേ കർത്താവേ. ഹല്ലേലൂയ. സ്വർഗത്തിലെ ജീവിക്കുന്ന ദൈവമേ, ഇന്ന് രാത്രിയിൽ ഹല്ലേലൂയ ദൈവത്തിന്റെ സാന്നിധ്യം ഞങ്ങളുടെ മധ്യത്തിലൊന്ന് പകരണം കർത്താവേ. ഈ രാത്രിയിലത്തെ ഈ ലൈവില് അഭിഷേകത്തിന്റെ ശക്തി ഇന്ന് രാത്രി കർത്താവേ അങ്ങ് പകരണമെന്ന് അങ്ങയോട് അപേക്ഷിച്ച് പ്രാർത്ഥിക്കുകയാണ് കർത്താവേ. ഹല്ലേലൂയ ദൈവമേ, ഹല്ലേലൂയ. ഞങ്ങള് ഈ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഇരുന്ന് കർത്താവേ ഹല്ലേലൂയ ഞങ്ങൾ ഒരുമിച്ച് ഈ ഹല്ലേലൂയ ഫേസ്ബുക്ക് ലൈവിൽ കൂടി ദൈവമേ ഞങ്ങൾ അങ്ങയെ ആരാധിച്ചു മഹത്വപ്പെടുത്തുമ്പോൾ സ്വർഗത്തിലെ ജീവിക്കുന്ന ദൈവമേ അങ്ങയുടെ കരം നീട്ടണമേ എന്ന് അങ്ങയുടെ അപേക്ഷിച്ച് പ്രാർത്ഥിക്കുകയാണ്. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ പരിശുദ്ധനും നിത്യനും നീതിമാനുമായ ഞങ്ങളുടെ നല്ല കർത്താവേ അങ്ങയെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. മനോഹരമായിരിക്കുന്ന ഈ നല്ല രാത്രിക്കായിട്ട് സ്തോത്രം കർത്താവേ. സന്ധ്യാവേളയില് റോസ് ഫാമിലി പ്രയർ ഗ്രൂപ്പില് ഹല്ലേലൂയ ദൈവമേ അടിയങ്ങൾക്ക് കടന്നു വന്ന് പ്രിയ ദൈവജനത്തോട് കർത്താവേ അല്പനേരം ഹല്ലേലൂയ ദൈവവചനം സംസാരിപ്പാൻ തക്കവണ്ണം അങ്ങ് നൽകി തന്ന ഈ മഹാഭാഗ്യത്തിനായിട്ട് അങ്ങയെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ദൈവമേ ഹല്ലേലൂയ അങ്ങയുടെ കരം ഞങ്ങളുടെ നേരെ നീട്ടി ഹല്ലേലൂയ കർത്താവേ അങ്ങ് ഞങ്ങളെ അനുഗ്രഹിക്കണമെന്ന് അങ്ങയുടെ അപേക്ഷിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഇതിന്റെ അഡ്മിൻസിനെ ദൈവമേ അങ്ങ് അനുഗ്രഹിക്കണം കർത്താവേ. ഹല്ലേലൂയ ഈ സമയം കർത്താവേ അടിയങ്ങളെ ശ്രമിക്കുന്ന ഓരോ പ്രിയപ്പെട്ടവരെയും ദൈവമേ അങ്ങ് അനുഗ്രഹിക്കണമേ എന്ന് അങ്ങയുടെ അപേക്ഷിച്ച് പ്രാർത്ഥിക്കുകയാണ്. തിരുകരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായിട്ട് സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. പ്രൈസ് ദി ലോർഡ്. കർത്താവിന്റെ അതിപരിശുദ്ധമായ പൊന്നുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്ന് ഈ സമയത്ത് റോസ് ഫാമിലി പ്രയർ ഗ്രൂപ്പില് കടന്നു വന്ന് ദൈവത്തിന്റെ വചനം ശുശ്രൂഷിപ്പാൻ തക്കവണ്ണം സർവശക്തനായ ദൈവം എൻ്റെ ജീവിതത്തിൽ നൽകി തന്ന ഈ സാവകാശത്തെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. വിശേഷാൽ ഈ ഗ്രൂപ്പിന്റെ ചീഫ് അഡ്മിനായിരിക്കുന്ന എൻ്റെ പ്രിയ സഹോദരി സിസ്റ്റർ റോസ്ലിൻ സുരേഷിനോടും അതുപോലെ തന്നെ തന്നോടൊപ്പം ചേർന്ന് നിന്ന് ഈ പ്രവർത്തനങ്ങളിൽ പങ്കാളികളായിക്കൊണ്ടിരിക്കുന്ന കർത്താവിൻ്റെ ദാസന്മാര്, ദാസിമാര്, സഹോദരി സഹോദരന്മാര്, ഇന്ന് പ്രൈസ് ദി ലോർഡ് ഈ ഗ്രൂപ്പിൽ കൂടി ഈ ലൈവിൽ കൂടി എന്നെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന പ്രിയ സഹോദരി സഹോദരന്മാർ, ദൈവദാസന്മാർ, ദൈവജനത്തിന് വേഗം വരുന്നവനായ യേശു ക്രിസ്തുവിന്റെ നിസ്തുല്യ നാമത്തിൽ ഞാൻ എൻ്റെ സന്ധ്യാവന്ദനത്തെ അറിയിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. നമ്മൾ ഈ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഇപ്പോൾ ഇരിക്കുകയാണ്. പല സ്ഥലങ്ങളിൽ ഈ ലോകത്തിന്റെ പല കോണുകളിലായിട്ടിരുന്ന് നമ്മൾ ദൈവത്തെ ആരാധിച്ചു മഹത്വപ്പെടുത്തുകയാണ്. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഈ മാധ്യമത്തിൽ കൂടിയാണ് നമ്മൾ ഇപ്രകാരം പല സ്ഥലങ്ങളിലിരുന്ന് ദൈവത്തെ ആരാധിക്കുന്നതെങ്കിലും സ്തോത്രം. വചനം ഇങ്ങനെ പറയുകയാണ്, നിങ്ങൾ ഭൂമിയിൽ രണ്ടുപേർ ഐക്യമത്യപ്പെട്ട് പ്രാർത്ഥിക്കുന്ന ഏത് വിഷയത്തിനും സ്വർഗത്തിലെ ജീവിക്കുന്ന ദൈവം മറുപടി നൽകുമെന്ന്. മറ്റൊരു സ്ഥലത്ത് ഇങ്ങനെ കാണുന്നു, 2 or 3 പേർ കൂടി വരുന്നിടത്തൊക്കെയും ഹല്ലേലൂയ കർത്താവ് ഉണ്ടാകുമെന്ന് വചനം പറയുന്നു. അങ്ങനെയാണെങ്കിൽ എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ പൈതലെ, ഇന്ന് ഈ സമയം നമ്മൾ വിവിധ ഭാഗങ്ങളിലിരുന്ന് ദൈവത്തെ ആരാധിച്ചു മഹത്വപ്പെടുത്തുമ്പോൾ പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ നമ്മുടെ ഓരോരുത്തരുടെയും അരികിൽ സർവശക്തനായ, സർവവ്യാപിയായ, സർവജ്ഞാനിയായ ദൈവത്തിന്റെ സാന്നിധ്യം വ്യാപരിക്കുകയാണ്. ഇന്ന് ഹല്ലേലൂയ സ്തോത്രം. നിന്റെ അരികിൽ നിന്നോടൊപ്പം വന്നിരിക്കുന്ന ഒരു ദൈവമുണ്ട്. പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ. അവൻ വാക്ക് പറഞ്ഞാൽ മാറാത്തവനാണ്. വാഗ്ദത്തം ചെയ്തവൻ വിശ്വസ്തനാണ്. അവൻ വാക്ക് പറഞ്ഞാൽ മാറുകയില്ല.
നിന്റെ ജീവിതത്തിൽ ഹല്ലേലൂയ കർത്താവ് എന്തെല്ലാം പറഞ്ഞിട്ടുണ്ടോ, എണ്ണി എണ്ണി പറഞ്ഞിട്ടുള്ള ഓരോ കാര്യങ്ങളും സർവശക്തനായ ദൈവം നിശ്ചയമായും അത് ചെയ്തു തരുന്ന ഒരു കർത്താവാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഞാൻ അനുഭവസ്ഥനാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഇന്ന് രാത്രി ഹല്ലേലൂയ നിങ്ങളുടെ മധ്യത്തിൽ നിൽക്കുമ്പോൾ കർത്താവ് എന്തെല്ലാം എന്നോടൊപ്പം പറഞ്ഞിട്ടുണ്ടോ, എന്നോട് കൂടെ കർത്താവ് എന്തെല്ലാം പറഞ്ഞിട്ടുണ്ടോ, അതെല്ലാം അക്ഷരം പ്രതി എന്റെ സ്വർഗത്തില് ജീവിക്കുന്ന ദൈവം അത് എനിക്ക് നൽകി എന്നെ ഇന്ന് രാത്രി നിർത്തിയിരിക്കുകയാണ്. ആ ദൈവത്തിന്റെ സാന്നിധ്യമാണ് ദൈവത്തിന്റെ പൈതല് നിന്റെ ഹല്ലേലൂയ സ്തോത്രം അരികിൽ നിന്റെ ഭവനത്തിനകത്ത് ഇറങ്ങി വന്ന് നീ എവിടെ ആയിരിക്കുന്നുവോ നിന്റെ അരികിൽ വ്യാപരിക്കുന്ന ഒരു ദൈവശക്തി. ഹല്ലേലൂയ ദൈവത്തിന്റെ ജനമേ, നീ മൗനമായിരിക്കരുത്. നീ ഒറ്റയ്ക്കേ ഉള്ളൂ എങ്കിൽ ഇപ്പോൾ നീ ഇരിക്കുന്ന സ്ഥാനത്ത് ഹല്ലേലൂയ നിന്നോടൊപ്പം കൂടെ ഇരുന്ന് ഹല്ലേലൂയ സ്തോത്രം നിന്നെ ആശ്വസിപ്പിക്കുവാനായിട്ട് ഒരുവൻ ഇറങ്ങി വന്നിട്ടുണ്ട്. ഇന്ന് രാത്രി നീ സ്തുതിച്ചോ, ഇന്ന് രാത്രി നീ ആരാധിച്ചു തുടങ്ങിക്കോ. ആരാധനയുടെ മധ്യത്തിൽ ഇറങ്ങി വന്ന് വിടുതൽ നൽകുന്ന ദൈവത്തിന്റെ സാന്നിധ്യം ഇന്ന് രാത്രി ഇതാ നിന്റെ മേൽ വ്യാപരിക്കുകയാണ്. അഭിഷേകത്തിന്റെ ശക്തി നിന്റെ മേൽ വ്യാപരിക്കുകയാണ്. ഇന്ന് രാത്രി ഒരുമിച്ച് ആരാധിക്കുമ്പോൾ പ്രൈസ് ദി ലോർഡ് ദൈവത്തിന്റെ പൈതല്, നിന്റെ ശരീരത്തിൽ ഒരു രോഗമുണ്ട് എങ്കിൽ പ്രൈസ് ദി ലോർഡ് നിന്നെ മാനസികമായിട്ട് ഹല്ലേലൂയ തകർക്കുന്ന ഏതെങ്കിലും ഒരു വിഷയമാണ് എങ്കിൽ ഇന്ന് രാത്രി നീ വിശ്വാസത്തോടുകൂടി ഹല്ലേലൂയ ഹല്ലേലൂയ സ്തോത്രം അതിനെ നോക്കി ഹല്ലേലൂയ സ്തോത്രം എന്ന് ശാസിക്കുവാനായിട്ടുള്ള അധികാരം പ്രൈസ് ദി ലോർഡ് എന്റെ ദൈവം നിന്റെ മേൽ പകർന്നു തന്നിരിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ് അഭിഷേകത്തിന്റെ ശക്തി എന്റെ ദൈവം നിന്റെ മേൽ പകർന്നു തന്നിരിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. സംഖ്യാപുസ്തകം നമ്മൾ വായിക്കുമ്പോൾ അതിന്റെ ഹല്ലേലൂയ സ്തോത്രം 10-ാം അധ്യായത്തിന്റെ 9-ാം വാക്യം വായിക്കുമ്പോൾ എങ്ങനെയാണ്, നിങ്ങളുടെ ദേശത്ത് നിങ്ങളെ ഞെരുക്കുന്ന ശത്രുവിന്റെ നേരെ നിങ്ങൾ യുദ്ധത്തിന് പോകുമ്പോൾ ഗംഭീര ധ്വനിയായ കാഹളം ഊതണം. എന്നാൽ നിങ്ങളുടെ ദൈവമായ യഹോവ നിങ്ങളെ ഓർത്ത് ശത്രുക്കളുടെ കയ്യിൽ നിന്ന് രക്ഷിക്കുമെന്ന്. ഇന്ന് രാത്രി ദൈവത്തിന്റെ പൈതല്, നിനക്കെതിരെ നിൽക്കുന്ന ശത്രു അത് ആര് തന്നെ ആയിക്കൊള്ളട്ടെ, അല്ലെങ്കിൽ അത്യുച്ചനാദമുള്ള കാഹളം എടുത്ത് ഹല്ലേലൂയ സ്തോത്രം നീ ഊതുവാൻ തയ്യാറാണെങ്കിൽ, സർവശക്തനായ ദൈവത്തെ നീ ശക്തിയോടുകൂടി ആരാധിക്കുവാൻ തയ്യാറാണ് എങ്കിൽ പ്രൈസ് ദി ലോർഡ് ഇന്ന് രാത്രി നിന്റെ മേൽ വ്യാപരിക്കുന്ന ഒരു ദൈവ സാന്നിധ്യമുണ്ട്. ഇന്ന് രാത്രി നിന്റെ മേൽ പ്രവർത്തിക്കുന്ന ഒരു ദൈവ ശക്തിയുണ്ട്. പരിശുദ്ധാത്മാവിന്റെ ശക്തി അത് നിന്റെ മേൽ വരുമ്പോൾ പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ സ്തോത്രം വലിയ വിടുതലുകൾ നടക്കുകയാണ്. ഇന്ന് രാത്രി വിശ്വാസത്തോടുകൂടി ഓ ദൈവത്തിന്റെ പൈതല് യേശുവിന്റെ നാമത്തിൽ ദൈവശക്തി വ്യാപരിക്കട്ടെ. ഇന്ന് രാത്രി ചില വിടുതലുകൾ നടക്കട്ടെ. ഹല്ലേലൂയ സ്തോത്രം. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ആരാധിക്കുന്ന ദൈവജനത്തിന്റെ മേൽ ഹല്ലേലൂയ സ്തോത്രം വലിയൊരു വിടുതൽ സംഭവിക്കട്ടെ. ഹല്ലേലൂയ സ്തോത്രം. ലോകം മുഴുവനും ഹല്ലേലൂയ കൊറോണ വൈറസിനെ ഭയപ്പെട്ടുകൊണ്ട് ഹല്ലേലൂയ സ്തോത്രം ലോകരാഷ്ട്രങ്ങള് രാജാക്കന്മാര് ഹല്ലേലൂയ സ്തോത്രം വലിയവൻ മുതൽ ചെറിയവന്മാര് ഹല്ലേലൂയ എന്തു ചെയ്യണമെന്നറിയാതെ ഭാരപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ ഇന്ന് രാത്രി ദൈവത്തിന്റെ പൈതല് ഹല്ലേലൂയ സ്തോത്രം നമുക്ക് ഭയമില്ല. പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ സ്തോത്രം. എന്തു തന്നെ നമ്മുടെ ജീവിതത്തിൽ വന്നാലും പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ അക്കരെ ദേശത്ത് നമ്മൾ ചെല്ലും, കർത്താവിന്റെ മുഖം നമ്മൾ കാണും. പ്രൈസ് ദി ലോർഡ്. പ്രത്യാശയുള്ള ദൈവത്തിന്റെ ജനം ഭയപ്പെടാതെ ദൈവത്തെ ആരാധിച്ചു മഹത്വപ്പെടുത്തിക്കോ. ഇന്ന് രാത്രി ഒരു വിടുതല് ഇതാ നിന്റെ മേൽ വ്യാപരിക്കുകയാ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തിൽ ദൈവശക്തി വ്യാപരിക്കട്ടെ. യേശുവിന്റെ നാമത്തില് ഇന്ന് രാത്രി ഗ്രൂപ്പിൽ കൂടി ഹല്ലേലൂയ സ്തോത്രം ആരാധിക്കുന്ന ദൈവത്തിന്റെ ജനം എവിടെയുണ്ടോ അവിടെ വിടുതൽ സംഭവിക്കട്ടെ. അടഞ്ഞിരിക്കുന്ന വാതിലുകൾ തുറന്നു വരട്ടെ. ശത്രു അടച്ചു വെച്ചിരിക്കുന്ന സകല ഹല്ലേലൂയ വാതിലുകൾ പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ സ്തോത്രം ഇന്ന് രാത്രി യേശുവിന്റെ നാമത്തിൽ അത് തുറന്നു വരട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. നമ്മുടെ കർത്താവ് വാഗ്ദത്തം ചെയ്ത കർത്താവ്, അവർ വാഗ്ദത്തത്തിൽ വിശ്വസ്തനായ ദൈവമാണ്. പ്രൈസ് ദി ലോർഡ്, ഗ്ലോറി, ഹല്ലേലൂയ, സ്തോത്രം. പാട്ടുകാരൻ ഇങ്ങനെ പാടി, വഴിയും സത്യവും ജീവനുമായവൻ വാഗ്ദത്തം പോലെ തിരികെ വരും. വഴിയും സത്യവും ജീവനുമായവൻ വാഗ്ദത്തം പോലെ
പോലെ തിരികെ വരും കാന്തയാം സഭയെ ചേർത്തുകൊള്ളും വാനിൽ വാഗ്ദത്വദേഹം നിനക്കു തരും വാഗ്ദത്വം ചെയ്തവരെ വാക്കുമാറാത്തവനെ വനവും ഭൂമിയും മാറുമെന്നാകിലും അവിടത്തെ വചനമോ മാറുകില്ല അവിടത്തെ വചനമോ മാറുകില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ കർത്താവ് വാക്ക് പറഞ്ഞാൽ മാറാത്ത ദൈവമാണ്. വാഗ്ദത്തം ചെയ്ത കർത്താവ് ഒരിക്കലും, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, സ്തോത്രം, ഹല്ലേലൂയ, അവൻ വാക്ക് പറഞ്ഞിട്ട് മാറുന്ന ദൈവമല്ല. ഇന്ന് പകല് ഹല്ലേലൂയ അല്പനേരത്തെ ചിന്തയ്ക്കായിട്ട് സ്തോത്രം. എനിക്ക് അനുവദിച്ചിരിക്കുന്ന സമയം അരമണിക്കൂറാണ്. തുടർന്ന് ചില മിനിറ്റുകൾ മാത്രമാണ് നമ്മുടെ മുമ്പിലുള്ളത്. ഒരു ചിന്ത മാത്രം ഞാൻ നിങ്ങളുടെ മുമ്പിൽ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുവാനായിട്ടാണ് ആഗ്രഹിക്കുന്നത്. സ്തോത്രം. നമുക്കറിയാം യോഹന്നാന്റെ സുവിശേഷം 11-ാം അധ്യായത്തിന്റെ ഉള്ളടക്കം എന്താണെന്നുള്ളത് നമുക്കെല്ലാവർക്കും വ്യക്തമായിട്ടറിയാം. അതിനകത്ത് സ്തോത്രം ലാസർ ധീരമായി കിടന്നിട്ട്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, ഗ്ലോറി, ഹല്ലേലൂയ, 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 യേശുവിന്റെ നാമത്തിൽ, പ്രൈസ് ദി ലോർഡ്, ഗ്ലോറി, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. അവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത് ലാസർ ധീരമായി കിടക്കുമ്പോൾ തന്റെ സഹോദരിമാരായിരിക്കുന്ന മാർത്തയും മറിയയും യേശുവിന്റെ അടുക്കൽ ആളിനെ അയച്ചു. എന്നിട്ട് പറഞ്ഞു, നീ സ്നേഹിക്കുന്ന നിന്റെ സഹോദരൻ, നിനക്ക് പ്രിയനായവൻ ധീരമായി കിടക്കുന്നു എന്ന് പറയിച്ചു. എന്നാൽ എന്റെ ചിന്ത നിമിഷ നേരങ്ങൾ കൊണ്ട്, ഒരു 5 മിനിറ്റ് കൊണ്ട് ഞാൻ നിർത്തുവാനായിട്ടാണ് ആഗ്രഹിക്കുന്നത്. ഒരു ചിന്ത മാത്രം നിങ്ങളുടെ ഹൃദയത്തിലേക്ക് ഇട്ടിട്ട് സ്തോത്രം, പ്രൈസ് ദി ലോർഡ്. യേശു അന്ന് അവിടെ പോയില്ല. ലാസർ മരിച്ചു. അതിനുശേഷമാണ് യേശു ആ ഭവനത്തിലേക്ക് ചെല്ലുന്നത്. 4 ദിവസം കഴിഞ്ഞതിന് ശേഷമാണ് കർത്താവ് ആ ഭവനത്തിലേക്ക് ചെല്ലുന്നത്. അപ്പോൾ അവിടെ ചെന്നിട്ട് കർത്താവ് മറിയയോട് ചോദിക്കുകയാണ്, അവനെ വെച്ചത് എവിടെ? അപ്പോ അവനെ വെച്ച സ്ഥലം കാണിച്ചു കൊടുത്തു. അപ്പോ അതിന്റെ 34-ാം വാക്യം വായിക്കുമ്പോൾ, 33-ാം വാക്യം വായിക്കുമ്പോൾ, അവൾ കരയുന്നതും അവളോട് കൂടെ വന്ന് യഹൂദന്മാർ കരയുന്നതും യേശു കണ്ടിട്ട് ഉള്ളം നൊന്തു കരങ്ങി. അവനെ വെച്ചത് എവിടെ എന്ന് ചോദിച്ചു. കർത്താവ് വന്നു, കാണുക എന്ന് അവർ അവനോട് പറഞ്ഞു. അടുത്ത വാക്യം ഇങ്ങനെയാണ് പറയുന്നത്, യേശു കണ്ണുനീർ വാർത്തു. ഇവിടെ യേശു കണ്ണുനീർ വാർത്തു എന്നുള്ള ഒരു വിഷയമാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ പോകുന്നത്. അതിനു മുന്നമേ ഒരു ഉദാഹരണം ഞാൻ നിങ്ങളോട് പറയുകയാണ്. വർഷങ്ങൾക്ക് മുന്നമേ, ഞാൻ ഏകദേശം 16-17 വർഷങ്ങൾക്ക് മുന്നമേ എനിക്കൊരു ഫോൺ ഉണ്ടായിരുന്നു. ആ ഫോണ് N72 എന്ന് പറഞ്ഞ നോക്കിയയുടെ ഒരു ഫോണായിരുന്നു. ഈ ഫോൺ ഒരു ദിവസം എൻ്റെ കയ്യിൽ നിന്ന് തറയിൽ വീണു. ഇത് തറയിൽ വീണു, പല പാഴ്സുകളായിട്ട് ഇളകിപ്പോയി. എനിക്ക് ഭയങ്കര പ്രയാസം തോന്നി, ഭയങ്കര വിഷമം തോന്നി. അപ്പോൾ ഞാൻ അതെടുത്ത്
വീണ്ടും ശരിയാക്കാൻ പറ്റുമോ എന്ന് നോക്കി ഞാൻ എൻ്റെ ബാറ്ററിയൊക്കെ അതിനകത്തിട്ടു, എല്ലാം സെറ്റ് ചെയ്തു. ഓൺ ചെയ്തപ്പോൾ അത് ഓണായി. അങ്ങനെ പല പ്രാവശ്യം ഇതെൻ്റെ കയ്യിൽ നിന്ന് വീണിട്ടുണ്ട്. അപ്പോൾ ഒരു പ്രാവശ്യം വീണു, 2 പ്രാവശ്യം വീണപ്പോഴൊക്കെ ഒരു പ്രയാസം തോന്നിയെങ്കിലും പിന്നത്തേതിൽ ഇത് വീഴുമ്പോൾ എനിക്ക് യാതൊരുവിധ പ്രയാസവും തോന്നാറില്ലായിരുന്നു. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സിസ്റ്റം എന്തോ ഒരു ചെറിയ ഒരു വിഷയമായി. അപ്പോൾ ഇത് പലപ്പോഴും വീണു. ആദ്യം വീണപ്പോൾ എനിക്ക് വലിയ പ്രയാസം തോന്നി. എന്നാൽ പിന്നത്തേതിൽ ഈ ഫോൺ എൻ്റെ കയ്യിൽ നിന്ന് തറയിൽ വീഴുമ്പോൾ എനിക്ക് ഒരു പ്രയാസവുമില്ല. കാരണം എനിക്കറിയാം അടുത്ത നിമിഷം ഞാൻ ഈ ഫോൺ എടുത്തിട്ട് അത് തിരികെ വീണ്ടും സെറ്റ് ചെയ്യുമ്പോൾ അതെന്ത് ചെയ്യും, അതിന് വേറെ പ്രോബ്ലം ഒന്നും ഉണ്ടാകത്തില്ല, അത് ഓണാകും എന്നുള്ള ഒരു പ്രത്യാശ അല്ലെങ്കിൽ ഒരു വിശ്വാസം അല്ലെങ്കിൽ ഒരു അറിവ് എനിക്കുണ്ടായിരുന്നു. എൻ്റെ അറിവാണത്. മറ്റുള്ളവർ ചിലപ്പോൾ ഒരിക്കൽ അത് എൻ്റെ കയ്യിൽ നിന്നും സ്തോത്രം തറയിൽ വീണപ്പോൾ ഞാനിങ്ങനെ ബൈക്കിൽ പോകുന്ന സമയത്ത് എൻ്റെ പോക്കറ്റിലിട്ടിരുന്നു. പോക്കറ്റിൽ നിന്ന് ഞാൻ ഇത് തറയിൽ വീണു. 4 പാടിങ്ങനെ ചിതറിയപ്പോൾ അവിടെ കണ്ടുകൊണ്ട് നിന്നവരിങ്ങനെ അയ്യോ എന്ന് വിളിക്കുവാനായിട്ടിടയായി. സ്തോത്രം. അന്നത്തെ ഈ ഫോണ് അന്ന് അത്രത്തോളം ഒന്നും ആൾക്കാരുടെ കയ്യിലൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് ഒരാളിങ്ങനെ, അപ്പോൾ ഞാൻ ചിരിച്ചു കൊണ്ട് ചെന്ന് ഈ ഫോണിനെ എടുത്ത് അത് നേരെയാക്കി ഞാനിഞ്ഞു പോന്നു. കാരണം എനിക്ക് ഭയമൊന്നുമില്ലായിരുന്നു. എനിക്ക് അത് കണ്ടപ്പോൾ എനിക്ക് വേറെ പ്രയാസമൊന്നും തോന്നിയില്ല. എന്നാൽ എനിക്കറിയാമായിരുന്നു പിന്നത്തേതിൽ ആ ഫോൺ ശരിയാകുമെന്ന്. അങ്ങനെയാണ് എങ്കിൽ കർത്താവായ യേശു എന്തിന് ലാസറിന്റെ കല്ലറയിൽ കരഞ്ഞു എന്നുള്ളൊരു വിഷയമാണ് എന്നെ ചിന്തിപ്പിച്ചത്. എനിക്ക് കർത്താവ് വെളിപ്പെടുത്തി തന്ന അതിലുള്ള ഒരു മർമ്മം ഞാൻ നിങ്ങളോട് പറഞ്ഞ് ഇരിക്കുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. അടുത്ത നിമിഷം യേശുവിനറിയാം. യേശു ഇതാ വിളിക്കുന്നു, ലാസറേ പുറത്തു വാ എന്ന് വിളിക്കുമ്പോൾ മരിച്ചു നാറ്റം വെച്ച് 4 ദിവസമായ ലാസർ അവിടെ നിന്ന് എഴുന്നേറ്റ് വരുമെന്ന് 100% ദൈവവും 100% മനുഷ്യനുമായ സർവശക്തനായ കർത്താവിന്, ഈ അഖിലാണ്ടത്തിന്റെ ഉടയവന് വ്യക്തമായിട്ടറിയാം. അടുത്ത നിമിഷം ഇതാ യേശു ലാസർ ഹല്ലേലൂയ കല്ലറയിൽ നിന്ന് പുറപ്പെട്ടു വെളിയിലേക്ക് വരുവാൻ പോവുകയാണ്. എന്നാൽ അങ്ങനെ അറിയാമെന്നുള്ള ഈ യേശു പിന്നെ അവിടെ എന്തിനു കരഞ്ഞു എന്ന് ചോദിച്ചാൽ, ദൈവത്തിന്റെ പൈതലെ എനിക്ക് വെളിപ്പെട്ട് കിട്ടിയ ഒരു ദൂത് ഞാൻ അവിടെ നിന്ന് പറയുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. 11-ാം അധ്യായത്തിൽ കർത്താവ് പറയുകയാണ്, സ്തോത്രം, ഹല്ലേലൂയ. അവിടെ ഇങ്ങനെ പറയുകയാണ്, സഹോദരിമാർ അവന്റെ അടുക്കൽ ആളെ അയച്ചു, കർത്താവേ നിനക്ക് പ്രിയനായവൻ ദീനമായി കിടക്കുന്നു എന്ന് പറയിച്ചു. യേശു ഇത് കേട്ടിട്ട് പറഞ്ഞത് ഇങ്ങനെയാണ്, ഈ ദീനം മരണത്തിനായിട്ടല്ല, ദൈവപുത്രൻ മഹത്വപ്പെടേണ്ടുന്നതിന്, സ്തോത്രം എന്ന് പറയുവാനായിട്ടിടയായി. സ്തോത്രം. ഹല്ലേലൂയ. അപ്പോൾ ഇവിടെ മരിക്കുന്നത് ലാസർ ദീനമായി കിടക്കുന്നതും, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, അതുപോലെ തന്നെ ലാസർ മരിച്ചതും ഈ 4 ദിവസം പ്രൈസ് ദി ലോർഡ് കല്ലറയ്ക്കകത്തിരുന്ന് നാറ്റം വെച്ചതുമൊക്കെ എന്തിനു വേണ്ടിയാണെന്നറിയാമോ? സർവശക്തനായ ദൈവത്തിന്റെ നാമം മഹത്വപ്പെടേണ്ടുന്നതിന് വേണ്ടി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ലാസർ ഹല്ലേലൂയ അപ്രകാരം കഷ്ടതകളിൽ കൂടി കടന്നു പോകുവാനായിട്ടിടയായി. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ പൈതലേ, ഹല്ലേലൂയ, സ്തോത്രം. യേശു അവിടെ കരഞ്ഞത് ഇത് എനിക്ക് കിട്ടിയ ഒരു ദൂത് എന്നുള്ളത് മാത്രമേ ഉള്ളൂ. എല്ലാവരും അത് അങ്ങോട്ട് അംഗീകരിക്കണമെന്നില്ല. എന്നാൽ ഞാൻ പറയട്ടെ, സ്തോത്രം, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അവിടെ പറയുന്നത് ഇങ്ങനെയാണ്, ദൈവത്തിന്റെ നാമം മഹിമപ്പെടേണ്ടുന്നതിന് വേണ്ടി. ഹല്ലേലൂയ. ലാസർ തന്റെ ശരീരത്തിൽ അനുഭവിച്ച വേദനകളെ ഓർത്തുകൊണ്ട്, അയ്യോ ഹല്ലേലൂയ, സ്തോത്രം, യേശുപിതാ ലാസറിന്റെ കല്ലറയ്ക്ക് മുമ്പിൽ കരയുകയാണ്. എന്റെ മകൻ എന്റെ നാമത്തിന്റെ, എന്റെ പിതാവിന്റെ നാമത്തിന്റെ മഹത്വത്തിന്
നാമത്തിന് വേണ്ടി പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ മറ്റുള്ളവരുടെ മുമ്പിൽ ലാസർ മരിച്ചെങ്കിൽ മാത്രമേ, ലാസർ ഹല്ലേലൂയ സ്തോത്രം കഷ്ടത അനുഭവിച്ച് മരിച്ച് 4 ദിവസം കല്ലറയ്ക്കകത്തിരുന്ന് ഹല്ലേലൂയ സ്തോത്രം അങ്ങനെ ആയി എങ്കിൽ മാത്രമേ എന്റെ യേശുവിന് അവിടെ ചെന്നൊരു അത്ഭുതം പ്രവർത്തിക്കുവാൻ കഴിയുകയുള്ളൂ. പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ പൈതലേ, അത് ഹല്ലേലൂയ സ്തോത്രം യേശു അറിഞ്ഞിട്ട് ഹല്ലേലൂയ യേശു കരയുകയാണ്. ഹല്ലേലൂയ മനംനൊന്ത് കരയുകയാണ്. എന്റെ മകന് ഹല്ലേലൂയ ലാസർ എനിക്ക് വേണ്ടി അനുഭവിച്ച വേദനകളെ ഓർത്തുകൊണ്ട് പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ തന്റെ ശരീരത്തിൽ അനുഭവിച്ച വേദനകൾ ഓർത്തുകൊണ്ട് പ്രൈസ് ദി ലോർഡ് അവൻ മരിക്കുന്ന സമയത്ത് അവന്റെ ഹല്ലേലൂയ ശരീരത്തില് അവൻ അനുഭവിച്ച മരണവെപ്രാളത്തെ ഓർത്തുകൊണ്ട് പ്രൈസ് ദി ലോർഡ് ഇതാ ഹല്ലേലൂയ കരയുന്ന ഒരു ദൈവത്തെയാണ് നമുക്ക് അവിടെ കാണുവാൻ കഴിയുന്നത്. അങ്ങനെയാണെങ്കിൽ ഇന്ന് രാത്രി ഹല്ലേലൂയ കഷ്ടത അനുഭവിക്കുന്ന ദൈവത്തിന്റെ പൈതലേ, വേദന അനുഭവിക്കുന്ന ദൈവത്തിന്റെ പൈതലേ, നിന്റെ ജീവിതത്തിൽ നീ കഷ്ടതകൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നുവെങ്കിൽ, നിന്റെ ജീവിതത്തിൽ നീ പ്രയാസങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നുവെങ്കിൽ ഇന്ന് രാത്രി നീ ഒന്നോർത്തുകൊള്ളുക. നിന്നെ നോക്കി കരയുന്ന എന്റെ മകൻ, എന്റെ മകള് ഈ കഷ്ടതകളും ഈ പ്രയാസങ്ങളും ഒക്കെ അനുഭവിക്കുന്നത് എന്റെ നാമത്തിന്റെ മഹത്വത്തിന് വേണ്ടിയാണ് എന്ന് പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ ഹല്ലേലൂയ ചിന്തിച്ചുകൊണ്ട് നമ്മെ നോക്കി കരയുന്ന ഒരു ദൈവം സ്വർഗത്തിലുണ്ട് എന്ന് ഇന്ന് രാത്രി പരിശുദ്ധാത്മാവിൽ ഞാൻ വിളിച്ചു പറയുകയാണ്. പ്രിയ സഹോദര സഹോദരി, എന്നെ കേൾക്കുന്ന ദേവദാസന് പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന ദേവദാസിയെ, നിന്റെ ജീവിതത്തിൽ നീ ദിവസങ്ങളിൽ കഷ്ടതകളിൽ കൂടി കടന്നു പോകുന്നുവെങ്കിൽ നീ ഭാരപ്പെടേണ്ട. നിന്നെ നോക്കി ഹല്ലേലൂയ സ്തോത്രം ഹല്ലേലൂയ കരയുന്ന ഒരു ദൈവമുണ്ട്. പ്രൈസ് ദി ലോർഡ്. എന്താണെന്നറിയാമോ? വേദനയോടുകൂടി മറ്റുള്ളവരാരും നിന്റെ വേദന കാണാതിരിക്കുമ്പോൾ, പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ സ്തോത്രം മറ്റുള്ളവരെന്നും നിന്റെ ദുഃഖം കാണാതിരിക്കുമ്പോൾ ഹല്ലേലൂയ സ്തോത്രം നിന്നെ നോക്കി കരയുന്ന ഒരു ഹല്ലേലൂയ സ്തോത്രം ദൈവമുണ്ട്. പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. സാധു കൊച്ചു കുഞ്ഞു ഉപദേശി ഹല്ലേലൂയ സ്തോത്രം പാടിയ ഒരു പാട്ടുണ്ട്. സ്തോത്രം തന്റെ കഷ്ടതയിൽ തന്റെ പ്രയാസങ്ങളിൽ പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ സ്തോത്രം ഹല്ലേലൂയ സ്തോത്രം എല്ലാവരും തന്നെ തള്ളിക്കളഞ്ഞപ്പോൾ, തന്നെ ഉപേക്ഷിച്ചപ്പോൾ, തന്റെ സഹോദരൻ പോലും ഹല്ലേലൂയ സ്തോത്രം തന്റെ സഹോദരനെങ്കിലും തനിക്ക് ഒരു ആശ്രയമായി കാണുമെന്ന് ഹല്ലേലൂയ സ്തോത്രം ആ ദൈവദാസൻ ചിന്തിച്ചപ്പോൾ തന്റെ അരികിൽ വന്ന ആ പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ സ്തോത്രം തന്റെ സഹോദരൻ, ജ്യേഷ്ഠ സഹോദരൻ മുഖം തിരിച്ചു പോകുന്നത് കണ്ടപ്പോൾ താനൊരു പാട്ടുപാടി. പ്രൈസ് ദി ലോർഡ്. അതിപ്രകാരമായിരുന്നു: ആരും സഹായമില്ലെല്ലാവരും പാരിൽ കണ്ടും കാണാതെയും പോകുന്നവർ, എന്നാൽ എനിക്കൊരു സഹായകൻ വാനിലുണ്ടെന്നറിഞ്ഞതിൽ ഉല്ലാസമേ. എന്റെ ദൈവം സ്വർഗ സിംഹാസനം തന്നിലെന്നിൽ കനിഞ്ഞെന്നെ ഓർത്തിയിടുന്നു. അപ്പനും അമ്മയും വീടും ധനങ്ങളും വസ്തുസുഖങ്ങളും കർത്താവത്രേ. അപ്പനും അമ്മയും വീടും ധനങ്ങളും വസ്തുസുഖങ്ങളും കർത്താവത്രേ. പൈതൽ പ്രായം മുതൽ ഇന്നേ വരെ എന്റെ പോറ്റി പുലർത്തിയ ദൈവം മതി. മറ്റുള്ളവരൊക്കെ നിന്നെ കണ്ടിട്ട് കാണാതെ പോകുമ്പോൾ, നിന്റെ കഷ്ടതകളൊക്കെ കണ്ടിട്ട്, നിന്റെ പ്രയാസങ്ങളൊക്കെ കണ്ടിട്ട്, കർത്താവേ എൻ്റെ കഷ്ടതയും എൻ്റെ പ്രയാസങ്ങളും ഹല്ലേലൂയ കാണുവാനായിട്ട് ആരുമില്ലല്ലോ എന്ന് പറഞ്ഞ് ഭാരപ്പെടുന്ന അനേക സഹോദരങ്ങളുണ്ട്. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ പൈതൽ, നിന്റെ അവസ്ഥ ഇപ്രകാരത്തിൽ കടന്നു പോകുന്നുവെങ്കിൽ നിന്നോടൊപ്പം കൂടെ ഇരുന്ന് നിന്നെ അനുഗ്രഹിക്കുന്ന ഒരു ദൈവമുണ്ട്. ആ ദൈവത്തിന്റെ
കർത്താവേ, ഹല്ലേലൂയ. ദൈവമേ, ഈ ദൈവത്തിന്റെ ജനത്തോട് ദൈവവചനം സംസാരിപ്പാൻ തക്കവണ്ണം അടിയങ്ങളെ എല്ലാ ദൈവമക്കളെ അനുഗ്രഹിക്കണം. വിശേഷാൽ ഈ ഗ്രൂപ്പിനെ അനുഗ്രഹിക്കണം കർത്താവേ. ഹല്ലേലൂയ. പ്രിയ സഹോദരി റോസിനെ അനുഗ്രഹിക്കണം കർത്താവേ. തന്നോടൊപ്പം കൂടെ നിൽക്കുന്ന പ്രിയപ്പെട്ടവരെ അനുഗ്രഹിക്കണം. ഇന്ന് രാത്രിയിൽ ഈ റോസ് ഫാമിലി ഗ്രൂപ്പിനെ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ അങ്ങയുടെ ദാസനായ അടിയങ്ങൾ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. ഈ ഗ്രൂപ്പ് ഒരു അനുഗ്രഹമാകണം. അപ്പന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായിട്ട് സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. പ്രിയ സഹോദരങ്ങളെ, എനിക്ക് അവസരം ഒരുക്കി തന്നതിന് ഞാൻ നിങ്ങളോട് ഒരിക്കൽ കൂടി നന്ദി അറിയിക്കുന്നു. എല്ലാവരും എന്നെ ഓർത്തും ഞങ്ങളുടെ സഭയെ ഓർത്ത് പ്രാർത്ഥിക്കണമേ എന്നുള്ള പ്രാർത്ഥനയെ ചോദിച്ചുകൊണ്ട് കർത്താവിന്റെ സന്നിധിയിൽ താഴ്ന്നിരിക്കുന്നു.